ഹായ് ഓൾ, വെൽക്കം ബാക്ക്. TCS അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ IT സെക്ടറിലെ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം. ഈ ഒരു കമ്പനി 2025 ഏകദേശം 12,000 എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യാൻ പോകുന്നുള്ള ന്യൂസ് നമ്മൾ മീഡിയാസ് വഴി അറിഞ്ഞു കാണുമല്ലോ. ഈ 12,000 എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ ഏതാണ്ട് 2% ആണ്. ഇതിന്റെ കാരണമായിട്ട് TCSന്റെ CEO പറയുന്നത് സ്കിൽ മിസ്മാച്ച് എന്നുള്ളൊരു ഇഷ്യൂ ആണ്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് TCSന്റെ ഇങ്ങനെ ഒരു മാസീവ് ലേ ഓഫ് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിംഗ് പ്രൊഫഷനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് എന്തുകൊണ്ടാണ് TCS ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് ചെക്ക് ചെയ്യാം. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വരവ് തന്നെയാണ്. നമുക്കറിയാം ഇന്ന് എല്ലാ പ്രൊഫഷനിലും AI-ന്റെ ഇൻവോൾവ്മെന്റ് കാണാനായിട്ട് പറ്റും. ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന പല ജോബ്സും ഇന്ന് AI ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഹ്യൂമൻ ബീങ്സിന്റെ വാല്യൂ ആണ് കുറയുന്നത്. ഇതിൽ നമുക്ക് ജോബ്സ് എന്ന് പറയുമ്പം എല്ലാ ജോബ്സിനെയും പറയാനായിട്ട് പറ്റില്ല. പരമ്പരാഗതമായിട്ട് ഹ്യൂമൻ ബീങ്സ് ചെയ്തു വരുന്ന റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആണ് AI പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിംഗ് ഫീൽഡിലും ഇന്ന് AI-ന്റെ ഇമ്പാക്ട് ഉണ്ട്. ഡാറ്റ എൻട്രിയും റീകൺസിലേഷനും പോലെ ടാസ്ക് എല്ലാം ഇന്ന് AI ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇഷ്യൂ ആണ് സ്കിൽ ഗ്യാപ്പ്. ടെക്നോളജിന്റെ വളർച്ചയ്ക്കനുസരിച്ച് എംപ്ലോയീസ് അവരുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കില്ലിന്റെ മിസ്മാച്ച് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ആവാത്ത എംപ്ലോയീസിനെ എപ്പോഴും ഇതുപോലെ ഓർഗനൈസേഷൻസ് പിരിച്ചുവിടാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഒരു മാർക്കറ്റ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഇക്കോണമിയിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സിൽ വരുന്ന ചേഞ്ചസും എല്ലാം ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ലേ ഓഫ്സിന് കാരണമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ലേ ഓഫ്സ് നമുക്ക് അക്കൗണ്ടിംഗ് പ്രൊഫഷനെ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതും നോക്കാം. ആദ്യമായിട്ട് ജോബ് മാർക്കറ്റിലെ കോമ്പറ്റീഷൻ കൂടും എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ലേ ഓഫ്സ് മിഡ് ലെവലിലും സീനിയർ ലെവലിലുള്ള ആളുകളെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നതെന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോബ് മാർക്കറ്റിലെ കോമ്പറ്റീഷൻ കൂടാൻ അവിടെ ചാൻസ് ഉണ്ട്. കമ്പനീസിന്റെ എക്സ്പെക്ടേഷനിലും ഇന്ന് ചേഞ്ചസ് വരുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. കമ്പനി ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡ് ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നുണ്ടാവുക. പുതിയ ടെക്നോളജീസ് ഒക്കെ പഠിച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അക്കൗണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ടും AI ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസിലും പ്ലാനിങ്ങിലും ഒക്കെ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും ഇന്നത്തെ കമ്പനീസ് എല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതുപോലുള്ള ലേ ഓഫ്സ് നമ്മുടെ ജോബ് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പുഷ് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ സാലറി നെഗോഷിയേഷനിൽ എംപ്ലോയീസിന്റെ ബാർഗെയിനിങ് പവർ കുറയ്ക്കാനും ഇത് കാരണമാവുന്നുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും. 12,000 എംപ്ലോയീസ് ഒക്കെ ഒറ്റയടിക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറയുമ്പം അതിൽ മിക്ക എംപ്ലോയീസും ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്മോളും മീഡിയം ആയിട്ടുള്ള എന്റർപ്രൈസസിനൊക്കെ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ ഇവരിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് കൺസൾട്ടിങ്ങും തുടങ്ങാനുള്ള ചാൻസ് അവിടെയുണ്ട്. അതുപോലെ നമ്മൾ ഇതിന്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സ്കില്ലിന്റെ മിസ്മാച്ച് ആണ്. അപ്പൊ എംപ്ലോയീസ് ഇത് മനസ്സിലാക്കി അവരുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നവർക്കും ഇതൊരു മാസീവ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ അക്കൗണ്ടിംഗ് പ്രൊഫഷനുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. മോഡേൺ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സും ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിംഗ് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനൊപ്പം നമ്മളും പൊരുത്തപ്പെടാനായിട്ട് നോക്കുക. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസും അതുപോലെ ബിസിനസ്സിൽ യൂസ് ചെയ്യാവുന്ന AI ടൂൾസും എല്ലാം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ടാലിൽ തന്നെ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ നെറ്റ്വർക്കിങ്ങും സ്ട്രോങ് ആക്കുക എന്നുള്ളത്. ഇനി ഒരു 2-3 വർഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു 6-8 മാസം മാർക്കറ്റ് വളരെ ചാലഞ്ചിങ് ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റ് ഗ്രാജുവലി സ്റ്റെബിലൈസ് ആവും. അതുപോലെ ടെക്നോളജിയിൽ സ്കില്ലുള്ളവർക്ക് പ്രീമിയം സാലറി ഓഫർ ചെയ്യുന്നുണ്ടാവും കമ്പനീസ്. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. AI സപ്പോർട്ടഡ് അക്കൗണ്ടിങ്ങും ഡാറ്റ അനലിറ്റിക്സ് ബേസ്ഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പോലെയുള്ള പുതിയ ജോലികളും ഉയർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ TCSന്റെ മാസീവ് ലേ ഓഫ് എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു വേക്കപ്പ് കോൾ ആണ്. നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്നും കൂടുതലായിട്ട് വളരാനൊക്കെ നമ്മൾ ഇതുപോലുള്ള ലേ ഓഫ്സും ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ സ്കിൽസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യുക, പുതിയ ടെക്നോളജിയോട് നമ്മൾ ഫ്രണ്ട്ലി ആവുക, നമ്മുടെ നെറ്റ്വർക്കിംഗ് എല്ലാം സ്ട്രോങ് ആക്കുക, നമ്മളൊരു അഡാപ്റ്റബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.